എന്താണ് ഡ്രൂളിംഗ് അഥവാ നമുക്ക് എങ്ങനെ ഡ്രൂളിംഗ് എന്ന അവസ്ഥ മാനേജ് ചെയ്യാം? ഇതറിയേണ്ടത് വളരെയേറെ അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഡ്രൂളിംഗ് ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ സോളോയിങ് ഡിഫിക്കൽട്ടിയും സലൈവ മാനേജ്മെന്റിനെയും മാത്രമല്ല ബാധിക്കുക, അതൊരു കുട്ടിയുടെ സാമൂഹിക ജീവിതത്തെയും കൂടി ബാധിക്കും. ഡ്രൂളിംഗ് എന്ന അവസ്ഥ നമുക്ക് ശാസ്ത്രീയമായി പരിഹരിക്കണമെങ്കിൽ അവിടെ തീർച്ചയായും ഒരു സ്പീച്ച് പത്തോളജിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഡോക്ടറും ഒരുമിച്ച് പരിശ്രമിക്കുമ്പോൾ ആയിരിക്കും കുഞ്ഞിന്റെ ഡ്രൂളിംഗ് നമുക്ക് കുറയ്ക്കുവാനും അതിൽ ശാസ്ത്രീയമായി ഇടപെടാനും സാധിക്കുക. ഇവിടെ സ്പീച്ച് പത്തോളജിസ്റ്റ് ഓറൽ പ്ലേസ്മെന്റ് തെറാപ്പി അഥവാ കുഞ്ഞിന്റെ ഓറോമോട്ടർ പ്ലേസ്മെന്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യുന്നതും കൂടെ അതിലൂടെ നമുക്ക് ഡ്രൂളിംഗ് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് കുഞ്ഞിന്റെ പൊസിഷനിങ്, അതായത് ഹെഡിന്റെയും ട്രങ്കിന്റെയും ബോഡിയുടെയും തലയുടെയും പൊസിഷൻസ് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു പക്ഷേ ഡ്രൂളിംഗ് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ഇവരുടെ എല്ലാം കൂടെ തന്നെ ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഫീഡിംഗ് നടത്തേണ്ടത്. നമുക്കറിയാം ഈ കുട്ടികൾക്കെല്ലാം തന്നെ ഓറൽ സെൻസറി ഇഷ്യൂസും ഉണ്ടാവാം. അവിടെ കുഞ്ഞിന്റെ ഓറൽ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ച് പലതരത്തിലുള്ള ടെക്സ്ചേഴ്സ് ഉള്ള ഫുഡുകളും അതോടൊപ്പം തന്നെ പല ടേസ്റ്റുകളും എല്ലാം പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഓറോമോട്ടർ സെൻസിറ്റിവിറ്റി കുറയുകയും അതോടൊപ്പം തന്നെ ഡ്രൂളിങ്ങും കുറയാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓറൽ ടോയ്സിന്റെ സഹായവും തേടാവുന്നതാണ്. നമുക്കറിയാം ഇന്ന് ചൂയിങ് ടോയ്സ് പോലെയുള്ള പല ടോയ്സും അതേപോലെ വൈബ്രേറ്റിംഗ് ബ്രഷസ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതും വളരെയേറെ ഫലപ്രദമായിരിക്കും. ഇവിടെ ജീവനത്തിൽ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീം പ്രൊഫഷണൽസിന്റെ എല്ലാം ഇന്റർവെൻഷനോടൊപ്പം തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന ചില ഔഷധ കൂട്ടുകൾ കൊണ്ട് ഓറോ ഫേഷ്യൽ മസാജ് പ്രത്യേക രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു സമഗ്ര ചികിത്സാ സംവിധാനത്തിലൂടെ ഡ്രൂളിംഗ് വളരെ ഫലപ്രദമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ദേഹിയിലും ജീവനീയം, ജഗത്തിലും ജപത്തിലും ജീവനീയം.